കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ കടലും കായലും നദികളും തോടുകളും കൊണ്ട് പ്രകൃതി അനുഗ്രഹിച്ച നാട്. ഈ മനോഹാരിതയാണ് ആലപ്പുഴയെ മറ്റു ഇടങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ആലപ്പുഴയുടെ മനോഹാരിത ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല, അല്ലേ? ഈ ആലപ്പുഴയുടെ വയലാറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വയലാറിൻ്റെ ചരിത്രം ചെറുതൊന്നുമല്ല. രക്തസാക്ഷിത്വം, കയറ് വ്യവസായം, ചുണ്ടൻ വള്ളം, മത്സ്യബന്ധത്തിനും കക്കാവാരലിനും തെങ്ങുകൾക്കും നാടൻ കള്ളിനും നെല്ലിനും പേരുകേട്ട ഒരു നാട്. ഇതാണ് വള്ളം. ഒരു കാലത്ത് ഗതാഗതത്തിനും ചരക്ക് നീക്കത്തിനും മറ്റു ഇടങ്ങളെ ബന്ധിപ്പിച്ചിരുന്നത് വള്ളമായിരുന്നു. എന്നാൽ ഇന്ന് കഥകളെല്ലാം മാറി. നാടുകളിൽ പാലം വന്നു, മനുഷ്യർ മറ്റു തൊഴിലുകൾ തേടി ഇറങ്ങി. ചില ഇടങ്ങളിൽ മാത്രം മുമ്പ് പറഞ്ഞ രീതികൾ നമുക്ക് കാണാം. വള്ളങ്ങൾക്ക് പോലും മാറ്റം സംഭവിക്കാൻ തുടങ്ങി. എവറിത്തിങ് sophisticated and named as കെട്ടുവള്ളം. Later they turned that to houseboats in order to host tourists all around the world. Let me give you virtual and ethnic travel experience of Alappuzha or Alappi. ഇതാണ് വയലാറിലെ തന്നെ കായൽപ്പുര ഐലൻഡ് റിസോർട്ട്. ഞാൻ ഇവിടെയല്ല ഇന്നത്തെ എൻ്റെ ദിവസം. പിന്നെ എന്താ ഇവിടെ എന്ന് ചോദിച്ചാൽ, വെറുതെ കാറ്റ് കൊള്ളാൻ. ഒരുപാട് നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച ഇടങ്ങളിൽ ചെന്ന് ആ ഓർമ്മകൾ പുതുക്കുന്നത് നല്ലതല്ലേ? കൂട്ടത്തിൽ നിങ്ങൾക്ക് ഈ ഇടം കൂടി പരിചയപ്പെടുത്താം. ഇതാണ് കായൽപ്പുര ഐലൻഡ് റിസോർട്ട്. ഇതൊരു ദ്വീപാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെയും നമുക്ക് താമസിക്കാൻ സൗകര്യമുണ്ട്. ഗുഡ് മോർണിംഗ് എവരി വൺ. കായലിൻ്റെ നടുക്ക് ഹൗസ് ബോട്ടിലായിരുന്നു രാത്രി താമസിച്ചത്. ഇപ്പോൾ നേരെ ഒന്ന് വെളുത്തു. അപ്പോൾ നമ്മൾ താമസിച്ച റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെയാണ് നമ്മൾ താമസിച്ചത്. ഇതാണ് നമ്മളെ റൂം. ഇതുപോലെ തന്നെ ഇന്ന് ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. ഇതുപോലെ തന്നെ മറ്റു 2 റൂമും കൂടി ഉണ്ട്. ഇതും കൂടിയും ഒന്ന് കാണിച്ചു തരാം. താഴത്തെ നിലയിൽ 3 റൂം, മേലെ മൊത്തം ഡൈനിങ് ഏരിയ. അങ്ങനെ ഹൗസ് ബോട്ടിൻ്റെ ഇത് ഇവിടുത്തെ റൂം. കറക്റ്റ് നീക്കിയാൽ കറക്റ്റ് വെളിച്ചം വരും. അങ്ങോട്ടില്ല അല്ലേ? ഇവിടുത്തെ ബാത്റൂം, റെസ്റ്റ് റൂം ഇതൊന്നും കാണണം. ഇതുപോലെ ഒരു റൂമും കൂടി ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ഇത് കിച്ചൺ. നേരെ മേലിൽ മറ്റു റൂമിൽ കൂടി കയറിയിട്ട് നമുക്ക് നേരെ മേലിലേക്ക് പോകാം. നടക്കുമ്പോൾ ഒരു അച്ചയൊക്കെ ഉണ്ട്. അടിയിലെ വലകൾ ഇളകണ്ട. ഇതാണ് നമ്മളെ 3ാമത്തെ റൂം. ഇത് ഡ്രൈവറൊക്കെ ഇരിക്കുന്ന, ഡ്രൈവറിന് തന്നെയല്ലേ പറയും ഇതിന്, ഡ്രൈവറൊക്കെ ഇരിക്കുന്ന കേട്ടോ. ഇനി നമുക്ക് നേരെ മേലിലേക്ക് പോവാം. നല്ല പ്രോഗ്രാമുകളൊക്കെ നടക്കുമ്പോൾ ഇതിനുള്ളത് മൈക്ക് സെറ്റ്, സ്പീക്കർ, TV. നേരെ കിച്ചൻ്റെ ഭാഗത്തേക്ക്. പിന്നെ നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട്. നമ്മൾ പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് ബോട്ടിങ്ങിന് പോകണം. അതുപോലെ ശിക്കാരയിൽ പോകണം. ചീന വല വലിച്ച് മീൻ പിടിക്കണം. നമുക്ക് അങ്ങനെ കാണാം. ഓക്കെ, നമ്മൾ കരയിൽ നിന്ന് ഇറങ്ങി മറ്റൊരു ഹൗസ് ബോട്ട് കിടക്കണുണ്ട. ഇതെന്താണെന്നറിയോ? ഇത് ഇവരെ തന്നെ ഒരു ഗസ്റ്റ് ഹൗസാണ്, കായലിനോടൊക്കെ ചേർന്ന് കിടക്കുന്നത്. അത് ഫിഷ് ഫാമാണ്. ഇത് നമ്മൾ സ്റ്റേ ചെയ്ത ഹൗസ് ബോട്ട്. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യും. ഈ കായലിൽ യാത്ര ചെയ്യും. നേരെ കായൽപ്പുരയിലേക്ക് പോകും.
രണ്ടാം വാങ്ങിയെന്ന് തോന്നുന്നു. കടമ്പക്കാണ് കടമ്പക്കം. പുട്ടുണ്ടാക്കിയ ചേട്ടനാണോ അവിടുത്തെ പാചകത്തിന്റെ ആള്? ഓക്കെ, സൂപ്പർ ചെണ്ടപ്പുട്ട്. ചെണ്ടപ്പുട്ടും മുട്ടക്കറി മുട്ടക്കറി ചെണ്ടപ്പുട്ടും. പുട്ടുണ്ടാക്കുന്ന ഉറപ്പായിട്ടുണ്ട്. എവിടെ പോവാ? അതെ, നമ്മളുടെ ഈ സ്റ്റേ ഒക്കെ സ്ഥിതി ചെയ്യുന്നത് വയലാറിലാണെന്ന് ഞാൻ പറഞ്ഞില്ല. വയലാറിലെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഇപ്പം നിൽക്കുന്നത് വയലാറിലെ രക്തസാക്ഷി മണ്ഡപത്തിലാണ്. ഇവിടെ 1946 നൂറുകണക്കിന് ആൾക്കാർ ദിവാനെതിരെ പോരാടി മരിച്ചൊരു മണ്ണാണ്. ഇവിടെ വയലാർ രാമവർമ്മയുടെ വീടൊക്കെ ഉണ്ട് ഇവിടെ തൊട്ട് തന്നെയാണ്. നമുക്കതൊക്കെ ഒന്ന് വെച്ചൊന്ന് കാണാം. സ്മാരകമാണ് ഈ കാണുന്നത്. പക്ഷെ അടവാണ്, നമുക്ക് കടക്കാൻ പറ്റില്ല. വീട് ഇതിനോട് ചേർന്ന് തന്നെ നടക്കണം. തൊട്ടപ്പുറത്തുള്ളതാണ് വീട്. അതിലേക്ക് തൊണ്ടിടും. ഇതിലേക്ക് കയറ്റി ഇവിടെ തൊണ്ടിടും. ആ അറിയാം. ഇതങ്ങോട്ട് ഇടും. ഇത് നേരെ അങ്ങോട്ട് ഇടും. ഇതിവിടുന്ന് നേരെ ഇങ്ങനെ ഇടും. അതിലേക്ക് ഇടും. ഇവിടെ കൂടി അത് പൊട്ടി പിന്നെ ചകിരിയായി നേരെ കൺവെയറിലോട്ട് വീടും. ഈ കൺവെയറിൽ നിന്ന് നേരെ കാണിച്ചു തരാം. ഈ കൺവെയറിൽ നിന്ന് നേരെ ഇങ്ങനെ വർക്ക് ചെയ്ത് നല്ല പൊടിച്ച അരി ഇതുപോലെ വരും. ഇത് പൊടിച്ച അരി ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓണാക്കി കാണിച്ചു തരാം. ഈ പരുവത്തിലായി വരും അല്ലേ? ഇതിങ്ങനെ കിടന്ന് ഇങ്ങനെ റോളായിക്കോളും, അങ്ങോട്ട് പൊക്കോളും. ഇതുപോലെ വരുന്നു. ഓണാവും. തിരിഞ്ഞിട്ട് അത് ഇതിലേക്ക് വരും. ഓണായി വരുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് കറങ്ങി വരണം. അതിനകത്തുനിന്ന് നേരെ കയറി ചകിരിച്ചോറ് അങ്ങോട്ടും പോകും, ചകിരി പൊടി ഇങ്ങോട്ടും വരും. അങ്ങനെ സെറ്റപ്പ്. ഇതിൽ അരിച്ച് വരും അല്ലേ? ഇതിലിങ്ങനെ റൗണ്ട് ചെയ്ത് കഴിയും. അപ്പോൾ ഇതിലും ഓടും കിടന്നു. ഓടാക്കാൻ ഞാൻ അവിടെ തുറന്നിട്ട് മണക്കാൻ പറ്റിയത്. അപ്പം ഇങ്ങനെ അരിച്ച് അവിടെ ചകിരിച്ചോറിൽ അവിടെ പാക്ക് ചെയ്ത് വെക്കേണ്ടി ചകിരി ആ ചകിരിയാണ്. എന്നിട്ട് ഇതെങ്ങനെ കയറാക്കും? ഇതിനെ കെട്ടി വെക്കും. ഇത് കയറാക്കണം. ഇതിൽ കെട്ടും. ഈ ചകിരി എടുത്ത് ഇങ്ങനെ ഇതിൽ കെട്ടിയിട്ട് ആ കെട്ടഴിച്ച് ആ കെട്ടാണ് ഇരിക്കണ കെട്ടും. ചകിരി കെട്ടും. എന്നിട്ട് ആ ചകിരി നേരിട്ട് വില്ലോ മിഷനിൽ അടിക്കും. ഈ മിഷനിലൂടെ അലിച്ച് നല്ല സൂപ്പറായിട്ട് ഫ്രഷായിട്ട് റൗണ്ട് ചെയ്ത് ഇത് അതിൽ നിന്ന് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സാണ് അല്ലേ? റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുക, ക്ലീനാക്കി വെച്ചിരിക്കും. ഇനി ആ ക്ലീനാക്കണ രീതി ഇവിടെ നെട്ടങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് പിന്നെ
കോമ്പിങ് വയറുണ്ട്, കോമ്പിങ് മെഷീനുണ്ട്. കോമ്പി നേരെ അടുത്ത സെക്കൻഡ് കൺവെയറിലോട്ട് വീഴും. അപ്പോൾ സെക്കൻഡ് കൺവെയറിൽ നിന്ന് അടുത്ത കോമ്പിങ് മെഷീനിൽ കോമ്പ് ചെയ്ത് ഇഴ രൂപത്തിൽ വെള്ളിയും. അപ്പോൾ ആ നൂല് ഇതിലേക്ക് കഴിക്കും. ആ നൂലിൻ്റെ പ്രവർത്തനക്കാരി ജസ്റ്റ് സമ്മാണ്. ഡബിൾ യൂണിറ്റിൻ്റെ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. ഇത് സിംഗിൾ യൂണിറ്റ്, ഡബിൾ യൂണിറ്റ്. ഇതിനെ വലിഞ്ഞ് കയറായി വരും, പിരികി തിരിഞ്ഞ് ഇഴ രൂപത്തിൽ ഇങ്ങനെ വരിക. ഇവിടുന്നാണ് ഇഴ രൂപത്തിൽ വരുന്നത്. ഈ ചകിരിയാണ് ഇഴയായിട്ട് മാറുന്നത്. ഈ നൂലിൽ കിടന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇഴയായി മാറും. കണ്ടോ, ഇഴയായി മാറും. ആ ഇഴ ഡബിൾ യൂണിറ്റിൻ്റെ പ്രവർത്തനത്തിൽ ഇവിടെ വരുമ്പം ഇത് ഡബിൾ യൂണിറ്റാണ്. ഇപ്പോൾ ടെസ്റ്റ് ഫ്രെയിമിൽ ഇങ്ങനെ ഡബിളിങ് ചെയ്ത് കയറായി മാറി ബോർഡിൽ ഇതായി സ്പൂൾ ചെയ്യപ്പെടുന്നു. അതാണ് ഇതിൻ്റെ പ്രവർത്തനം. ചെയ്യപ്പെടുന്ന ബോബിൻ്റെ ഉള്ള നമ്മുടെ കറങ്ങനാണ് വൈൻഡിങ് ചെയ്യുന്നത്. നേരിട്ട് വൈൻഡിങ് ചെയ്യും. വൈൻഡിങ് ചെയ്യുന്നത് സ്പൂളടിക്കും. സ്പൂളിമിറ്റിനായിരിക്കണം. ഇതിൽ കറങ്ങി നേരെ കറങ്ങി റൗണ്ട് ചെയ്ത് കൊണ്ട് ഇറങ്ങി. അവിടെ ഇരിക്കുന്ന മെഷീൻ കേടായിരിക്കുന്നതാണ് ഈ കാണുന്നത്. കണ്ടോ, അവിടെ ഇരിക്കുന്ന മെഷീൻ കേടായിരിക്കും. കേടായിട്ട് വേറെ പുതിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. റിപ്പയർ ചെയ്യണം അല്ലേ? വേറൊന്നും വേണ്ട, അത് കളയാൻ വെച്ചിരിക്കും. ഒരെണ്ണം കൂടി ചോദിച്ചാൽ അവിടെ കയറിക്കോളും. അപ്പം അത് നിറഞ്ഞു. ഇതാണ് ഫ്രീ ബോബ്. റോബലാണ് ചുറ്റുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വരും അല്ലേ? ഇങ്ങനെ ഇട്ട് കൊടുക്കണം. രണ്ടും കൂടി ചുറ്റും. ഇങ്ങനെ റോളാക്കി എന്നിട്ട് ഇനി പരിപാടി കഴിഞ്ഞു. ഇനി കൊണ്ടു നമ്മളെ കെട്ടിക്കൊടുക്കാതെ ചെയ്യണം. അവിടെ കെട്ടിക്കോടോ കൊണ്ട് വെച്ചിട്ടുണ്ട്. പണിക്കരെ വെറുതെ പിടിച്ചു നിർത്താൻ വേണ്ടി ഇതാണ് ഇതിൻ്റെ സ്വിച്ച്. ഈ സ്വിച്ച് നമ്മൾ ഇത് ഓണാക്കി ലൈറ്റ് എത്തും. കണ്ടാ ഓണാക്കി. ഇനി നമ്മൾ കണ്ട ഇത് നെക്കിയാൽ മതി. നമ്മുടെ ബസ് പോലെ തന്നെയാണ്. ഈ സാധനം ഓഫാണ്. കണ്ടാ ഓട്ടോമാറ്റിക് ഓഫ് ആവും. സൗണ്ട് കിട്ടി. കിച്ചണിലാണല്ലോ ഇതുവരെ. കിച്ചണിലാണ്. ഫോർവേഡ് റിവേഴ്സ് എല്ലാം അവിടെ നിൽക്കണം. ഫ്രാങ്കിന്റെ ചേട്ടാ, ഇത് വേമ്പനാട് കായലിന്റെ ഒരു ഭാഗമല്ലേ? ഇത് വേമ്പനാട് കായലിന്റെ ഒരു ഭാഗം തന്നെയാണ്. വേമ്പനാട് കായലിന്റെ ഭാഗമാണ്. നമ്മൾ രണ്ടും ഇപ്പോൾ 11 മണിക്ക് നമ്മൾ വള്ളം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇവിടുന്ന് കറങ്ങി നേരെ പോകും. കുട്ടഞ്ചാല് ദ്വീപ് കറങ്ങി, എട്ടുപുര കറങ്ങി നേരെ കാക്കത്തുരുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത്. കാക്കത്തുരുത്ത് രണ്ടും അതായത് എരമല്ലൂരിന്റെ ആ ഏരിയ വരെ എത്തും. എരമല്ലൂരിന്റെ കിഴക്കുവശം കാക്കത്തുരുത്ത് എന്ന് പറഞ്ഞ സ്ഥലം. ദ്വീപാണത്. 1600 ജനസംഖ്യയുള്ള ഒരു സ്ഥലമാണ്. അങ്ങോട്ട് പോയിട്ട് എത്ര മണിക്ക് തിരിച്ചു വരും? അവിടെ ഏതാണ്ട് നമ്മള് ഒരു 1:30-2 മണിയാകുമ്പോൾ അവിടെ എത്തും. 2-2:30 ആകുമ്പോഴത്തേനും അവിടെ നിന്ന് റിട്ടേൺ പോരും. എവിടെ ഹാൾട്ട് ഒന്നുമില്ല, നേരെ പോയി ഇവിടെ നേരെ കാക്കത്തുരുത്ത് ആ ദ്വീപ് ഇറങ്ങി അവിടുന്ന് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് റിട്ടേൺ. ലഞ്ചൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. പെട്ടെന്ന് മഴ പെയ്താലും ഇത് കുഴപ്പമൊന്നുമില്ല. നല്ല അതിശക്തമായ കാറ്റ് വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ എവിടെയെങ്കിലും സൈഡ് അടുപ്പിക്കും. അല്ലെന്നുണ്ടെങ്കിൽ എത്ര വലിയ മഴ വന്നു പറഞ്ഞാലും പ്രശ്നങ്ങളൊന്നുമില്ല. മാക്സിമം സ്പീഡാണോ ബോട്ടിന്റെ? മാക്സിമം സ്പീഡ് അല്ല, തീരെ സ്ലോ ആണ്. ഇതിന് സ്പീഡ് ഉണ്ടാവും. സ്ലോയിലാണ് വരുന്നത്. ഇതാണല്ലേ ഇതിന്റെ ആക്സിലേറ്റർ വരുന്നത്? ഇതിന്റെ ആക്സിലേറ്റർ അതാണ്. ഇത് എഞ്ചിൻ ഏതാണ് ഇതിന്റെ വരുന്നത്? എഞ്ചിൻ അശോക് ലൈലാൻഡിന്റെ എഞ്ചിനാണ്. ഇത് പവർ സ്റ്റിയറിംഗ് ആണ്. ഈ വെള്ളത്തിൽ ഇത് വെള്ളത്തിലേക്ക് എന്തോരം അടിയിലേക്ക് താഴ്ന്നുണ്ടോ? അപ്പോൾ 4 അടി വെള്ളത്തിലേക്ക് താഴ്ചയുണ്ടാവും. അതുകൊണ്ട് തന്നെ കരയിലേക്ക് വല്ലാണ്ട് മുട്ടിക്കാൻ പറ്റില്ല. ഇതൊക്കെ എന്തിനു വരുന്ന പൈപ്പാണത്? അത് വന്നിട്ട് ഇതിന്റെ ഈ ഹള്ളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇതിന്റെ താഴത്തേക്കുള്ള ഹള്ളാണ്. ഹള്ളം എന്ന് പറയാം. അതിനകത്തുള്ള നല്ല ചൂട് എപ്പോഴും ഹീറ്റായിരിക്കും. ആ ഹീറ്റും ഇതിനകത്ത് കൂടെയുള്ള കാറ്റിങ്ങനെ അടിക്കുമ്പോഴത്തേന് ഈ എയർ
അവിടെ നിന്ന് എക്സോസ് ചെയ്യും. ഇതിൽ നിന്ന് വള്ളത്തിൽ നിന്ന് ചൂണ്ടെറിയാനോ വള്ളത്തിൽ നിന്ന് ബോട്ടിൽ നിന്ന് ചൂണ്ട ഇടാനോ വലറിയാനോ വല്ല സംവിധാനം ഉണ്ടോ? ചൂണ്ടയിടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ചൂണ്ടയിട്ട് മത്സ്യം പിടിക്കുന്ന മത്സ്യം ഈ വള്ളത്തിൽ തന്നെ ഇരുന്ന് നല്ല ഫ്രൈ ആക്കി കഴിക്കാം, ഗസ്റ്റിന് കഴിക്കാവുന്നതാണ്. വേറെ എന്തൊക്കെ ആക്ടിവിറ്റിയാണ് ഇവിടെ ഉള്ളത്? ഇവിടെ വേറെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ കുളിക്കാൻ, വെള്ളത്തിൽ തന്നെ കുളിക്കാനുള്ള സൗകര്യങ്ങളും ചെയ്യും. ചെറിയ വള്ളത്തെ തുഴഞ്ഞടക്കാനുള്ള സൗകര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ സമയം കൂട്ടണം എന്നുണ്ടെങ്കിലോ ബോട്ടിന്റെ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 5 മണിക്ക് നമ്മൾ തിരിച്ചു വരും അറിയില്ല, 5 മണി കഴിഞ്ഞാൽ ഈ കായലിലൊക്കെ മത്സ്യത്തൊഴിലാളികൾ വലയിടുന്ന ടൈമാണ്. മത്സ്യം പിടിക്കാൻ വേണ്ടി വലയിടും. അപ്പോൾ ആ ടൈം കഴിഞ്ഞ് നമുക്ക് വള്ളം ഓടിക്കാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും നിർത്തിയിടാൻ പറ്റും, നിർത്തിയിട്ട് രാത്രി തങ്ങാനൊക്കെ പറ്റും. അതിനൊക്കെ സൗകര്യം ചെയ്ത് കൊടുക്കൂല. സൗകര്യം എവിടെ വേണമെങ്കിലും നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ ആങ്കറിട്ട് കിടക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു. പിന്നെ പോണ വഴിക്ക് വല്ല പോലീസിന്റെ ചെക്കിങ് അങ്ങനെയൊക്കെ എന്താണ് സംഭവം? ചെക്കിങ് ഇല്ല, അങ്ങനെ ഇല്ല. പോലീസ് ചെക്കിങ് ഇതുവരെ വന്നിട്ടില്ല. എന്തെങ്കിലും പേപ്പറൊക്കെ ക്ലിയർ, പേപ്പർ ക്ലിയർ ആയതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇവരുടെ എല്ലാം വാക്സിനൊക്കെ എടുത്ത സ്റ്റാഫിന്റെ വാക്സിനൊക്കെ എടുത്തൊക്കെ കഴിഞ്ഞതാണ്. ഈ വയലാറിൽ കായലിൽ വേറെ ബോട്ടൊന്നും കാണില്ലേ, നമ്മളെ മാത്രമേ ഉള്ളൂ. ഇത് വന്നിട്ട് നമ്മൾ പുതിയതായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. വേറെ ബോട്ട് സരോവർ റിസോർട്ടിന്റെ ഒരു ബോട്ടുണ്ട്. സരോവർ റിസോർട്ടിൽ ഇപ്പം ഗസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അവരുടെ ബോട്ട് ഓടുന്നില്ല. നമ്മൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതാണ്. 2 ആഴ്ചയായിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് ആലപ്പുഴയിൽ നല്ല നല്ല ഏരിയകളിലാണ് ഇവിടെ ഉള്ളത്. ഈ വെള്ളം ആലപ്പുഴയിൽ കിടന്ന് ഓടിക്കൊണ്ടിരുന്നതാണ്. ഞങ്ങളിവിടെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇവിടുത്തെ ഏരിയകളും നല്ലതാണ്, കാണാൻ നല്ല ഭംഗിയുള്ള ഏരിയ ആയതുകൊണ്ട് ഞങ്ങളിവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നല്ല നല്ല കോഴ്സ് കൊടുക്കും. ഇനിയിപ്പോൾ ഓണൊക്കെ വരുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട്. ഓണമൊക്കെ വരുമ്പോൾ നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കും. ഇപ്പോൾ ആഹാരങ്ങളിലും ആലപ്പുഴയിൽ കൂടുതൽ ആഹാരങ്ങളുടെ വെറൈറ്റീസ് കൂട്ടി ഞങ്ങളിവിടെ കൊടുക്കുന്നുണ്ട്. കക്കാർച്ചി ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കൊഴുവ കറി കൊടുക്കുന്നുണ്ട്, ഫിഷ് ഫ്രൈ, നാടൻ കരിമീൻ. പിന്നെ ആലപ്പുഴയിലേക്ക് ആകുമ്പോഴത്തേനും ആന്ധ്ര കരിമീനൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ ആകുമ്പോൾ നാടൻ കരിമീൻ ഫ്രൈ ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മുടെ ഒരു ഫാമുണ്ട്. ആ ഫാമിൽ ഇഷ്ടമുള്ള മീൻ ചൂണ്ടയിട്ട് പിടിക്കുകയാണെങ്കിൽ ആ ചൂണ്ടയിട്ട് പിടിച്ച് ഗസ്റ്റിന് പുറത്ത് തിന്നാവുന്നതാണ്, കറി വെച്ച് തിന്നാവുന്നതാണ്. പിന്നെ വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ ചിക്കനോ ബീഫൊക്കെ മേടിച്ചിട്ട് പിന്നെ ഗ്രില്ല് ചെയ്ത് കൊടുക്കാനുള്ള ബന്ധമൊക്കെ ചെയ്ത് കൊടുക്കും. ഒക്കെ ലൈവാണ്. അതിന് വൈകുന്നേരം നമുക്ക് ക്യാമറയിൽ എടുക്കാം. ഒക്കെ ശരിയാക്കാം. നമ്മള് പുറമേലുള്ള കാഴ്ച കണ്ട് ഇനി നമ്മള് ബോട്ടിന്റെ ഇന്റീരിയർ ഒക്കെ ഒന്ന് കാണാം. ലൈറ്റുകൾ, ഗസ്റ്റുകളുടെ ഡ്രസ്സൊക്കെയാണ്. മേലെ LED വർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. നമ്മളെ ഒരു റൂം ഇവിടെ നിന്ന് ഇങ്ങനെ വിൻഡോ തുറന്നിട്ടുണ്ടെങ്കിൽ മൊത്തം കായല. നേരെ ബാത്റൂം. ഇതാണ് നമ്മളെ ഡ്രസ്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമാണല്ലോ. വേറെ അടുത്ത റൂമിലേക്ക് പോവാം. ഇവിടെ ഈ സ്റ്റെപ്പ് ഇട്ടതിന്റെ കാര്യം, സ്റ്റെപ്പ് ഇട്ട് നമുക്ക് ഇങ്ങനെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഗ്രില്ല് മാറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങാൻ പറ്റുന്നു. ഈ ഗ്രില്ലെടുത്ത് മാറ്റണം. നമുക്ക് ഇവിടുന്ന് ചാടുക കുളിക്കുകയൊക്കെ ചെയ്യാല്ലേ. അതിനാണല്ലോ ട്യൂബ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് സ്വിം ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വിം ചെയ്യാം. ഇവിടെയാണ് ഞങ്ങൾ കിടന്ന റൂം. നമ്മളെ റൂമാണ്. കൂടുതൽ പരിചയപ്പെടുന്നുണ്ടല്ലോ. നമ്മളെ റൂം നമ്മൾ പരിചയപ്പെട്ടു. നേരെ 3ാമത്തെ റൂമിലേക്ക്. അത് കിച്ചണോട് ചേർന്ന് നടക്കുന്ന ഒരു റൂമാണ് 3ാമത്തെ റൂം. ഇപ്പോഴും ഫസ്റ്റിലെ റൂമായിരിക്കും ഏറ്റവും അടിപൊളി. ഇങ്ങനെ 3 റൂം. നേരെ പിന്നിൽ ഇവിടെ ഒക്കെ വിൻഡോ ഉണ്ട്. നേരെ പിന്നിൽ കിച്ചൺ. കിച്ചണിലെ കുറച്ച് കാഴ്ചകളൊന്ന് കാണാം. എഞ്ചിൻ വർക്ക് ഉണ്ട്. എല്ലാവരും ഇത്തിരി ഉറക്കം പറഞ്ഞു. എല്ലാം ഫ്രീ സ്റ്റൈലാണ്. നമ്മൾ എല്ലാം സംഗതി നമ്മൾ ഫ്രീ ആയിട്ട് മാത്രമേ. ആദ്യം ചെയ്യുന്ന കക്കയാണ് അല്ലേ? അത് പല ടേസ്റ്റിൽ ഇവിടുന്ന് സാധനം കൊടുക്കും. എന്നുവെച്ചാൽ പല ടേസ്റ്റ് വരും. ഓരോരുത്തരും ഓരോ ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. എന്താവശ്യപ്പെടണോ അത് എന്താവശ്യപ്പെടുന്നോ അത് കുക്ക് ചെയ്ത് കൊടുക്കും. പിന്നെ ഇവിടെ മെനു മസ്തി. അത് കഴിഞ്ഞാൽ അഡീഷണൽ വേറെ. അങ്ങനെയാണ് കൊടുക്കുന്നത്. സാധാരണഗതിയിൽ എങ്ങനെയാണ് മെനു? സാധാരണ മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ പിന്നെ കക്കറച്ചി, കൊഴുവ, കരിമീൻ വറുത്തത്,
പിന്നെ ഒരു 2 തോരൻ, ഒരു മെഴുക്കുവരട്ടി, എന്തെങ്കിലും പച്ചക്കറി. അത് കോമൺ ആയിട്ടുണ്ടോ? പിന്നെ മോര് കാച്ചി, എക്സ്ട്രാ പപ്പടം. എക്സ്ട്രാ അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ അവർ പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ താറാവ് മപ്പാസ് ആക്കണമെന്ന് പറഞ്ഞാൽ താറാവ് മപ്പാസാക്കി കൊടുക്കും. ഇനി പന്നി വേണമെന്ന് പറഞ്ഞാൽ പന്നി ഉണ്ടാക്കി കൊടുക്കും. അതിനൊക്കെ സ്പെഷ്യൽ ചാർജ് വീഴും. ശരിയോ? ഇതിപ്പോൾ നമ്മളിവിടെ ഒരു മെനു കറക്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ പിന്നെ അഡീഷണൽ വേണ്ട സാധനങ്ങൾ മേടിച്ച് കിട്ടിയാൽ നമ്മളത് ഉണ്ടാക്കി കൊടുക്കും. ഈ കായലിൽ നിന്ന് തന്നെ പിടിച്ച ഇത് ഈ കായലിൽ നിന്നാണ്. ഈ കായലിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ്. ഈ കായലിൽ നിന്ന് തന്നെ എടുത്ത് ഇവിടെ വേറെ ഇത് പിടിക്കുന്ന ആൾക്കാരുണ്ട്, ഇത് എടുക്കുന്ന ആൾക്കാരുണ്ട്. മുങ്ങിയാണ് എടുക്കുന്നത് ഇവിടെ. ചെമ്മീൻ കെട്ടും ഉണ്ടല്ലേ ഇവിടെ? ഇത് 4 കായൽ ഒന്നിക്കുന്ന സ്ഥലം. 4 ലൊക്കേഷൻ ഉണ്ട്. ചുറ്റും നോക്കിയാൽ 4 കായൽ ഒന്നിച്ച് വന്ന് പ്ലസ് പോലെ വരുന്നൊരു സ്ഥലം. ഇങ്ങോട്ട് നോക്കുമ്പോൾ കായൽ, അവിടെ ഒരു പാലൊക്കെ ഉണ്ടോ റോട്ടിൽ? ഇവിടെ കായൽ നമ്മളെ ബോട്ട് നിർത്തിയിട്ട് ഒരു കുഞ്ഞിത്തുരുത്ത്. ഇത് ചുറ്റും ഇങ്ങനെ കറങ്ങി വന്നാൽ വീണ്ടും ഇതിനപ്പുറമൊക്കെ കായൽ. എന്തിനാന്നറിയോ ഇവിടെ നിർത്തിയിട്ടുള്ളത്? ലഞ്ച് ബ്രേക്ക് കഴിക്കാൻ. നമുക്കിനി നമ്മളെ വിഭവങ്ങളൊക്കെ ഒന്ന് കാണണ്ടേ, എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്, നമ്മളെ ബോട്ടിലുള്ളത് എന്തൊക്കെയാണ് കഴിക്കാനുള്ളത് ഒക്കെ നമുക്ക് കാണാം, ഭക്ഷണം കഴിക്കാം. നമ്മൾ ബോട്ട് സ്റ്റാർട്ടാവണത് എങ്ങനെ, അതിൻ്റെ ഇൻറ്റീരിയർ ഓടണതൊക്കെ കണ്ടു. ഇതെങ്ങനെ ഓടിക്കാന്നുള്ള കുട്ടൻസ് ഒക്കെ ഒന്ന് വെറുതെ ഒന്ന് മെത്തേഡ് ചോദിച്ചറിയാം. ചേട്ടാ ഇതിൻ്റെ കുട്ടൻസ് ഒന്ന് പറഞ്ഞുതരാം, എങ്ങനെ ഇത് ഓടണത്, ഗിയറും? എക്സലേറ്റർ അത് അങ്ങോട്ട് കൊടുത്താല് ഇതിപ്പോ സ്ലോ, തീരെ സ്ലോ ആവും. മുന്നോട്ട് തള്ളിയാൽ ഇത് സ്പീഡ് കൂടും. ഇത് മുന്നോട്ട് പോയാൽ ഇപ്പൊ ന്യൂട്രൽ കിടക്കുക. മുന്നോട്ട് തള്ളിയ ഫോർവേഡ്, പിന്നിലേക്ക് ആടിയ റിവേഴ്സ്. ഇതിന്റെ സ്റ്റിയറിംഗ് ഒക്കെ പവർ സ്റ്റിയറിംഗ്. ഇതിന് ലൈസൻസ് ഒക്കെ എടുക്കണം. ഇത് നമുക്ക് ആദ്യം എന്ന് പറഞ്ഞാൽ ഇത് കനാലിന്റെ ലൈസൻസ് ആയിരുന്നു. ഒരുപാട് അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇത് പോർട്ടുകാർ ഇത് ഏറ്റെടുത്തു. അപ്പോൾ പോർട്ടിന്റെ ഇതിൽ അപ്പോൾ നമുക്ക് 2010 ലൈസൻസ് കിട്ടുന്നത്. അതുവരെ ഇപ്പോൾ പിന്നെ കനാലിന്റെ ലൈസൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലൈസൻസ് കേട്ട് നമ്മളവിടെ ചെന്ന് ഒരു 4 ദിവസത്തെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് 5-ാം ദിവസം പരീക്ഷയ്ക്ക് നമ്മൾ എഞ്ചിൻ ഡ്രൈവർ ആണെങ്കിൽ എഞ്ചിനെ പറ്റിയുള്ള കാര്യങ്ങൾ അവർ ചോദിക്കും. അത് 15 മാർക്ക് അതിൽ കിട്ടണം. ഇതില് സ്രാങ്കിന് നീന്തലും എല്ലാ പരിശീലനവും ഉണ്ടാവണം. സ്രാങ്കിനും ലാസ്കർക്കും എല്ലാവർക്കും നീന്തലും ഇതും പരിചയം വേണമെന്നുള്ളതാണ്. മെയിനായിട്ട് ലാസ്കർമാരാണ് അവർ നീന്തിച്ച് നോക്കുന്നത്. ഇവിടുന്ന് ഒരാളല്ലേ ഇത് ഓപ്പറേറ്റ് ചെയ്യണത്? പിന്നില് എഞ്ചിന്റെ അവിടെ ഡ്രൈവർ ഇല്ലല്ലോ? ഇല്ലില്ല. അതിപ്പോ അവര് എഞ്ചിൻ ഡ്രൈവറും ഓടിക്കുന്ന 2 പേരാ ക്യാപ്റ്റന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഈ എഞ്ചിൻ ഡ്രൈവർ തന്നെയാണ് ഈ ക്യാപ്റ്റന്റെ പണി എല്ലാം ചെയ്യുന്നത്. എല്ലാം കൂടെ മലയാളികൾക്ക് താങ്ങാൻ പറ്റത്തില്ല. സ്റ്റാഫല്ലേ ഉള്ളൂ. ലഞ്ച് ടൈം ആയില്ലേ? എവിടെന്നാ? തിരൂരിന്നാണോ? കഴിച്ചു? ഷെയർ ചെയ്യാൻ എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്യാൻ ഫോട്ടോ. ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ. ഞങ്ങള് വൈകിട്ട് പോവും. ഞങ്ങളെ വീട് കൊടുങ്ങല്ലൂര്. പരിചയപ്പെട്ടില്ലെങ്കിൽ സന്തോഷം.
സിസ്റ്റം തന്നെയാണ്. അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് അത് വലിയ കായലായില്ലേ, ചെറിയ കനാല് വഴി പിന്നെ വലിയ കനാലായി പിന്നെ ചെറിയ കായൽ, വലിയ കായൽ. നമ്മള് 8 പുരക്കൽ ദ്വീപ് കണ്ട് അതുപോലെ അതിന്റെ ഇടയിൽ വേറെ കുട്ടഞ്ചാല ദ്വീപ്. കുട്ടഞ്ചാല ദ്വീപ് വഴി ഒരു കള്ള് ഷാപ്പ് അത് കാണിച്ചില്ലേ, അത് വഴി നേരെ കാക്കത്തുരത്തിലേക്ക് പോകും. പിന്നെ ഞാൻ ഓടിക്കുന്നത് അതുപോലെ ഗസ്റ്റുകൾക്ക് ഓടിക്കണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവും. വലിയ പ്രയാസമൊന്നുമില്ല, പറഞ്ഞിട്ടില്ല കാറൊക്കെ ഓടിക്കുന്ന പോലെ തന്നെ. ഡയറക്ഷൻ മാറ്റുന്ന പവർ സ്റ്റിയറിംഗ് ആണ്. കേട്ടോ, നമ്മളിവിടെ കഴിഞ്ഞെത്തിയിട്ടുണ്ട്. 5:30 നേരമാകുമ്പോൾ കഴിയും. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം പരിപാടി എന്നുണ്ട്. ഇവിടെ നമ്മളെ ഗസ്റ്റ് ഹൗസാണ്. ഇവിടെ വന്ന് ഫ്രഷായിട്ട് നേരെ ബോട്ടിങ്ങിൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും അതിൽ നമ്മളെ ആവശ്യത്തിനനുസരിച്ച് എത്ര സമയം വേണമെങ്കിലും ബോട്ടിൽ ചിലവിട്ടിട്ട് തിരിച്ചിങ്ങോട്ട് വരാം. നമ്മളെ ലഗേജൊക്കെ ഇവിടെ വെക്കാം. ഇവിടെ നിന്ന് ഫ്രഷായിട്ട് പോവാം. ഇനി നമുക്ക് വല വലിച്ച് മീൻ പിടിക്കാം. പിന്നെ ഇവിടെ കരിമീനിൻ്റെ ഫാമുണ്ട്, അവിടെ നിന്ന് കുറച്ച് കരിമീനുകളും പിടിക്കാം. ഓക്കെ, ഇതിൽ ഒരുപാട് പിലാപ്പിയും കരിമീനൊക്കെ ഉണ്ട്. നമുക്ക് ഗസ്റ്റുകൾക്ക് ചൂണ്ടിപ്പിടിച്ച് സ്വയം വറുത്ത് അല്ലെങ്കിൽ വീടുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് കിലോന് പൈസ ചാർജ് ചെയ്യുന്നുണ്ട്. ഇവിടെ വെച്ച് വറുത്ത് ഗ്രില്ല് ചെയ്യാനായിട്ട് പേയ്മെൻ്റ് ഒന്നുമില്ല. എന്തിട്ടല്ലാണ്ട് നമുക്ക് പറഞ്ഞാൽ എങ്ങനെയാലും പിടിക്കണം. പെട്ടെന്നുണ്ട ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. ഈ പാലത്തെ കൂടി നേരെ കടന്നു ഒരു സൈഡിൽ കൂടി നടന്നു പോകും. മണ്ണാണ് പിന്നെ അങ്ങോട്ടെ. അതിന് ചീനവല ഉപയോഗിച്ച് മീൻ പിടിക്കാൻ പോവാട്ടോ. നേരേക്ക് ഞാൻ പോയിട്ട് വെള്ളം കൊണ്ടുവരണം. വരുവാ, മീൻ പിടിക്കണ്ടേ? ചൂണ്ടിയിട്ടോ കിട്ടിയില്ല. ആ കുതിർന്നിരിക്കുന്ന മഴ കൊണ്ടിട്ട് ചാകര നമ്മുടെ വല വലിച്ചിട്ട് 3-4 ദിവസമായി. ഉള്ളിലാകെ ചെളി പിടിച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ കൊട്ടിക്കളഞ്ഞ് നമുക്ക് ഒന്നുകൂടി വലിച്ച് മീൻ പിടിക്കാം. ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട് ഇതൊക്കെ. ഞാനാദ്യമായിട്ടാണ് ഈ സാധനം വലിക്കുന്നത്. ഇവിടുന്ന് കാണാനില്ലല്ലേ, കുളവാഴയാണ് ഇതൊക്കെ, കരയല്ല. ഇങ്ങനെ പണിക്കരുത് നടന്നു വന്നില്ല. ഞാൻ അതുപോലെ വള്ളത്തേക്ക് കയറി ഇങ്ങനെ വന്നു. ഇനി ഒരെണ്ണം കൂടി വലിക്കാനുണ്ട്, ലൈറ്റ് പോകാണ്ടിരുന്നാൽ മതി. ഈ കാണുന്നത് പോയല്ല. മഴ പെയ്തു അതിൻ്റെ ഇടയിൽ, അത് കോരനെ നിൽക്കണം. അതിൻ്റെ ഇടയിൽ മഴ വന്നതും പോയതും ഒന്നിച്ചായില്ലേ. ഇതുപോലെ വരുന്ന ഗസ്റ്റിനൊക്കെ ഇതുപോലെ വലിച്ചെടുക്കാലോ മീന്. ഏട്ടക്കൂരകള് അല്ലേ? ഇതുണ്ടോ നിങ്ങളുടെ അടുത്ത്? അടി കാണിച്ചു തരാം. മീനുകൾ കുറച്ചൊന്നുമല്ല, ഏട്ടക്കൂരകളാണ്. അങ്ങോട്ട് പോവാ, കരയിലേക്ക് പോവാ. ഇതൊക്കെ ഉണ്ടാക്കണ വെച്ചാണത്. ഒരൊറ്റ വലിക്ക് കിട്ടിയത് അല്ലേ?
ഇത് ഏകദേശം എന്തോരം ഉണ്ടാവും? ഇതൊരു 3.5 രൂപ. കൂരിയുടെ ഒച്ചയൊക്കെ ഇതുപോലെ വലിക്കാറുണ്ട് ഗസ്റ്റുകൾ? ഇല്ലല്ലോ വലിച്ചിട്ടില്ല. അതല്ലേ, നമ്മളിപ്പോൾ ആദ്യമായിട്ട് തുടങ്ങിയല്ലേ, ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്നത്, ഇതുവരെ വലിച്ചിട്ടില്ല. ഇനി വലിക്കാനുള്ള അവസരം കൊടുക്കണമെങ്കിൽ തട്ടൊക്കെ ഒന്ന് റെഡിയാക്കി ഇവിടെ ഇരുന്ന് വലിച്ചിട്ട് ഇവിടെ തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കാനുള്ള ബന്ധുസം ഉണ്ടാകും. എന്താ ചെയ്യുന്നുണ്ട്? അതെ, മല വലിക്കുന്നു, ആ വലിക്കുന്ന സാധനം ഇവിടെ തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കാനുള്ള ബന്ധുസം ഉണ്ടാക്കി. ഇവിടെ ചെറിയൊരു മെയിൻ്റെനൻസ് കൂടി ഉണ്ട് അല്ലേ? ചെറിയൊരു മെയിൻ്റെനൻസ് ഉണ്ട്. ഇവിടെ നല്ല തട്ട് നല്ലോണം ആക്കും, നല്ലോണം ആക്കിയിട്ട് അത് ചെയ്ത് കൊടുക്കും. ഇതിപ്പോ വർഷക്കാലമായിട്ടാണോ ഇത് ഇങ്ങനെ തട്ടൊക്കെ ആകെ കുതിർന്നിറക്കണത്? ഇത് വർഷം മഴ, ഈ വെള്ളപ്പൊക്കത്തോടനുബന്ധിച്ച് സംഭവിച്ചാണ് ഇത് വന്ന് പിന്നെ കണ്ടിന്യൂ മഴ പെയ്യുന്നത് കൊണ്ടും ഇങ്ങനെ തട്ട് മുഴുവൻ ഉറങ്ങി പോയി. ഒരു വല ഇത് വലിക്കാം, പിന്നെ അപ്പുറത്തത് അടുത്ത വല, 2 വലയുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ.